ളുഹാ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ ശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് ളുഹാ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് സ്ഥിരമായി നിർവഹിച്ചിരുന്നു എന്ന് മാത്രമല്ല സ്വഹാബികളോട് ളുഹാ നിസ്കരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് നൽകിയിരുന്നു. എല്ലാ മാസവും 3 ദിവസം വ്രതം അനുഷ്ഠിക്കലും എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കലും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഴുവൻ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ശരീരത്തിൽ 360 സന്ധികളായിക്കൊണ്ടാണ്. ഈ 360 സന്ധികളും സുഗമമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുഖകരമാവുക. അതുകൊണ്ട് തന്നെ വലിയൊരു അനുഗ്രഹമാണിത് എന്നതിൽ സംശയമില്ല. ഈ അനുഗ്രഹത്തിനുള്ള നന്ദിയാണ് ളുഹാ നമസ്കാരം. ളുഹാ നമസ്കാരത്തിലെ ഏറ്റവും കുറഞ്ഞ റക്അത്തുകളുടെ എണ്ണം 2 ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണമെന്നായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് ളുഹാ നിസ്കരിച്ചിരുന്നു. ചിലപ്പോൾ അവിടുന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാറുമുണ്ട്. ളുഹാ നമസ്കാരം 12 റക്അത്ത് വരെ നിസ്കരിക്കാം. ളുഹാ നമസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ളുഹർ ബാങ്ക് വരെയാണ് ളുഹാ നമസ്കാരത്തിൻ്റെ സമയം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിനു ശേഷവും ളുഹർ ബാങ്കിൻ്റെ 20 മിനിറ്റ് മുമ്പ് വരെയും ഇത് നമസ്കരിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ സമയം 9 മണി, 9:30, 10, 10:30 മണി വരെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, ളുഹാ നമസ്കാരം പതിവാക്കുന്നവരുടെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളമാണെങ്കിലും പൊറുക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞില്ല, മറ്റൊരു ഹദീസ് കൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നബി തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ളുഹാ എന്ന നാമമുള്ള ഒരു കവാടമുണ്ട്. അന്ത്യനാളായാൽ എവിടെയാണ് ളുഹാ നിസ്കാരത്തെ പതിവാക്കുന്നവർ? നിങ്ങൾക്കുള്ള കവാടമിതാ, നിങ്ങൾ റബ്ബിൻ്റെ കാരുണ്യത്താൽ ഇതിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് ഒരാൾ വിളിച്ചു പറയും. പകലിൻ്റെ ആദ്യ ഭാഗത്തിന് പറയുന്ന പേരാണ് ളുഹാ. ഇതിൻ്റെ മഹത്വവും പവിത്രതയും ഏറെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ നിന്നെ അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുകയില്ല. ഇനി നീ 4 റക്അത്ത് ളുഹാ നിസ്കാരം പതിവാക്കിയാൽ നിന്നെ സജ്ജനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തും. നീ 6 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ നിന്നെ ഭയഭക്തിയിൽ ഉൾപ്പെടുത്തും. നീ 8 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ നിന്നെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും. ഇനി നീ 10 റക്അത്ത് നിസ്കാരം പതിവാക്കുകയാണെങ്കിൽ ആ ദിവസത്തെ തെറ്റുകൾ എഴുതപ്പെടുകയില്ല. ളുഹാ നിസ്കാരം 12 റക്അത്ത് ആരെങ്കിലും പതിവാക്കിയാൽ നാഥൻ സ്വർഗത്തിൽ ഒരു വീട് തന്നെ പണിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ ശ്രേഷ്ഠമായ ളുഹാ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് നോക്കാം. നിയ്യത്ത്. ളുഹാ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ ഉസല്ലി സുന്നത്തുൽ ളുഹാ റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ കിബ്ലത്തി ലില്ലാഹി തആല. മലയാളത്തിൽ നിയ്യത്ത് വെച്ചാലും മതി. ളുഹാ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് കിബിലക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ കെട്ടണം. വജ്ജഹ്തു ഓതണം. ഫാത്തിഹ ഓതണം. ഫാത്തിഹയ്ക്കു ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തു ഷംസ് ഓതണം. റുക്കൂ ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യണം, സുജൂദ് ചെയ്യണം. സുജൂദിനിടയിലുള്ള ഇരുത്തം ഇരിക്കണം. അതിനുശേഷം 2ാം പ്രാവശ്യം സുജൂദ് ചെയ്യണം. ഇനി 2ാം റക്അത്തിലേക്ക് ഉയരണം. 2ാം റക്അത്തിൽ ഫാത്തിഹ ഓതി അതിൽ ഓതേണ്ട സൂറത്തുൽ ളുഹാ. 1ാമത്തെ റക്അത്തിൽ സൂറത്തു ഷംസ്, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ളുഹാ ഓതണം. റുക്കൂ ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യണം, 2 സുജൂദ് ചെയ്യണം. അതിനിടയിൽ ഇരുത്തം ഇരിക്കണം. അത്തഹിയാത്ത് ഓതണം. അത്തഹിയാത്ത് ഓതിയതിനു ശേഷം സലാം വീട്ടണം. ഇങ്ങനെ ഈ 2 റക്അത്തുകളിലായിട്ടാണ് ളുഹാ നിസ്കാരം നിർവഹിക്കേണ്ടത്. ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ആദ്യ റക്അത്തിൽ സൂറത്തു ഷംസും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ളുഹായും പാരായണം ചെയ്യലാണ് ഉത്തമം. അത് അറിയാത്തവർക്ക് വേണ്ടി 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന ഓതാം. 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു,
നബിതങ്ങൾ പതിവായി ളുഹ നിസ്കരിക്കുകയും അതിനുശേഷം ഈ ദിക്ർ സ്ഥിരമായി 100 തവണ ചൊല്ലാറുണ്ടായിരുന്നു. റബ്ബി ഇഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബി ഇഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതിൻ്റെ അർത്ഥം, റബ്ബി ഇഗ്ഫിർലി വർഹംനി, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു നൽകണമേ, വതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ, ഇന്നക അൻതത് തവ്വാബുർ റഹീം, നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നബിതങ്ങൾ ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാറുണ്ടായിരുന്നു. ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ദിക്ർ നിർബന്ധമായും 100 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം ളുഹ നിസ്കാര ശേഷമുള്ള ദുആ പഠിക്കാം. അല്ലാഹുമ്മ ഇന്നൽ ലഹാഅ ലഹാഉക വൽ ബഹാഅ ബഹാഉക വൽ ജമാല ജമാലുക വൽ ഖുവത ഖുവതുക വൽ ഖുദ്റത ഖുദ്റതുക വൽ ഇസ്മത ഇസ്മതുക. അല്ലാഹുമ്മ ഇൻ കാന റിസ്കി ഫിസ് സമാഇ ഫഅൻസിൽഹു വ ഇൻ കാന ഫിൽ അർളി ഫഅഖ്രിജ്ഹു വ ഇൻ കാന മഅസ്സറൻ ഫയസ്സിർഹു വ ഇൻ കാന ഹറാമൻ ഫതുഹിർഹു വ ഇൻ കാന ബഈദൻ ഫഖരിബ്ഹു ബിഹഖി ലഹാഇക വ ബഹാഇക വ ജമാലിക വ ഖുവതിക ആതിനി മാ ആതൈത ഇബാദക സ്വാലിഹീൻ. ഈ ദുആ ളുഹ നമസ്കാര ശേഷം നിർബന്ധമായും ചൊല്ലണം. ളുഹ നിസ്കാരം ശരിയായ മുഅ്മിനിൻ്റെ അടയാളമാണ്. ഒരു മുഅ്മിനിന് മാത്രമേ ളുഹ നിസ്കാരം പതിവായി നിസ്കരിക്കാൻ കഴിയൂ. മുനാഫിക്ക് ളുഹ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുകയില്ലെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ളുഹ നിസ്കാരത്തിൻ്റെ മഹത്വം ഏറെയാണ്. ളുഹ നേരത്തെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്താണല്ലോ സൂറത്തുൽ ളുഹ. ളുഹ സമയത്തിനും ഈ സമയത്തുള്ള നിസ്കാരത്തിനും ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പവിത്രതയേറിയ ളുഹ നമസ്കാരം ജീവിതത്തിൽ നിത്യേന നിലനിർത്താൻ പ്രപഞ്ചനാഥൻ തുണക്കുമാറാവട്ടെ.